അമേരിക്കയെ നടുക്കിയ ലോസ് ഏഞ്ചൽസ് കാട്ടുതീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയായി അഗ്നിശമന സേനാംഗങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലിഫോർണിയയിലെ അഗ്നിശമന ഏജൻസിയായ കാൽ ഫയർ ആണ് അതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതും വിവരം ജനങ്ങളിലേക്ക് എത്തിച്ചതും. ലോസ് ഏഞ്ചൽസിലും കാലിഫോർണിയയിലും ഉണ്ടായ 2 തീപിടുത്തങ്ങളും 100% നിയന്ത്രണ വിധേയമായാണ് ഇവരുടെ വെബ്സൈറ്റ് റിപ്പോർട്ടിലുള്ളത്. ലോസ് ഏഞ്ചൽസിൽ 3 ആഴ്ചയിലേറെയായി ആളിപ്പടർന്ന കാട്ടുതീ 30-ലധികം പേരുടെ ജീവൻ എടുക്കുകയും 10,000-കണക്കിന് പേരുടെ താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കത്തിച്ചാമ്പലാക്കുകയും ചെയ്തിരുന്നു. തെക്കൻ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിലെ പാലിസേഡ്സ് ഈറ്റൻ തീപിടുത്തങ്ങൾ അമേരിക്കയിലെ 2ാമത്തെ വലിയ നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. 37,000 ഏക്കറിലധികം, അതായത് 150 ചതുരശ്ര കിലോമീറ്ററോളം, 10,000-ലധികം വീടുകൾ നശിക്കുന്നതിന് ഇത് കാരണമായി തീർന്നു. ഈ കാട്ടുതീയുടെ താണ്ഡവത്തിൽ 100 കണക്കിന് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം സംഭവിച്ചതായാണ് ഏകദേശ കണക്കുകൾ. ദിവസങ്ങളോളം തീപിടുത്തം ഗുരുതരമായ ഭീഷണി ഉയർത്തിയതിനാൽ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു. അമേരിക്കയെ ഞെട്ടിച്ച വിനാശകരമായ 2 തീപിടുത്തങ്ങളും ജനുവരി 7-നാണ് ആരംഭിച്ചത്. എന്നാൽ എങ്ങനെയാണ്, എവിടുന്നാണ് തുടങ്ങിയ കാട്ടുതീയുടെ കൃത്യമായ കാരണം ഇതുവരെ അധികാരികൾക്ക് കണ്ടെത്താനായിട്ടില്ല. എന്നാൽ മനുഷ്യർ നയിക്കുന്ന ജീവിത രീതി കാലാവസ്ഥാ വ്യതിയാനത്തിനും മഴ കുറയ്ക്കുന്നതിനും സസ്യങ്ങൾ ഉണങ്ങുന്നതിനും കൂടാതെ കത്തുന്ന വരൾച്ചയും കൊടുങ്കാറ്റും തമ്മിലുള്ള അപകടകരമായ ഓവർലാപ്പ് വിപുലീകരിക്കുന്നതിലൂടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഈ ആഴ്ച പ്രസിദ്ധീകരിച്ച ഒരു വിശകലനം പറയുന്നുണ്ട്. ഡസൻ കണക്കിന് ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന ആഗോള താപനം മൂലം തീപിടുത്തത്തിന് ആക്കം കൂട്ടുന്ന സാഹചര്യങ്ങൾ ഏകദേശം 35% കൂടുതലാണെന്നാണ് നിഗമനം. സ്വകാര്യ കാലാവസ്ഥാ സ്ഥാപനമായ അക്യുവെദർ $250 ബില്യൺ 275 ബില്യൺ ഇടയിൽ നാശനഷ്ടം, സാമ്പത്തിക നഷ്ടവും ഇതുവരെ കണക്കാക്കിയിട്ടുണ്ട്. പാലിസേഡ് ആണ് മേഖലയിലെ ഏറ്റവും വലിയ തീപിടുത്തമായി റിപ്പോർട്ട് ചെയ്തത്. തുടക്കത്തിൽ 23,000 ഏക്കറിലധികം കത്തി നശിച്ചുവെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഈറ്റൻ കാട്ടുതീ ലോസ് ഏഞ്ചൽസിന്റെ വടക്കൻ ഭാഗത്തെ ബാധിക്കുന്നതായിരുന്നു. 14,000 ഏക്കറിലധികം കത്തി നശിച്ച പ്രദേശത്തെ 2ാമത്തെ വലിയ തീപിടുത്തമായിരുന്നു ഇത്. നേരത്തെ തന്നെ കെന്നത്ത്, ആർച്ചർ, സൺസെറ്റ്, ലിഡിയ, വുഡ്ലി, ഒലിവാസ് എന്നീ തീപിടുത്തങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു.